എനിക്ക് തോന്നുന്നത് ഞാൻ ഒന്നിനും കൊള്ളില്ല എന്നാണ്. ഞാൻ എല്ലാ കാര്യത്തിലും എല്ലാവരെക്കാളും പിന്നിലാണ്. ആചാര്യജി, എല്ലാ കാര്യത്തിലും ഒരു കീഴ്ബോധം തോന്നാറുണ്ട്. അത് പിന്നീട് അസൂയായി മാറുന്നു. ആ കാര്യങ്ങളെല്ലാം പ്രകൃതി നൽകിയതാണ്. അതിനെക്കുറിച്ച് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം അതിൽ നമുക്ക് യാതൊരു പങ്കുമില്ലല്ലോ. നമ്മുടെ ചർമ്മത്തിന്റെ നിറം എന്താണ്, ഉയരം എത്രയാണ്, ലിംഗഭേദം എന്താണ്, നമ്മൾ ഏത് വീട്ടിലാണ് ജനിച്ചത്, എന്തിന് ജാതി പോലും, അല്ലെങ്കിൽ നിങ്ങൾ 18-ാം നൂറ്റാണ്ടിലാണോ 21-ാം നൂറ്റാണ്ടിലാണോ ജനിച്ചത് എന്നതിലൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവയിൽ നമുക്ക് നിയന്ത്രണമില്ല. അപ്പോൾ ഇതിനെ ചൊല്ലി നിങ്ങൾക്ക് സമ്മർദ്ദമോ അസൂയയോ തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പ്രകൃതിദത്തമായ കാര്യങ്ങളുമായാണ് നിങ്ങൾ കൂടുതൽ താദാത്മ്യം പ്രാപിച്ചിരിക്കുന്നത് എന്നാണ്. അന്യമായ ഒന്നായാണ് നിങ്ങൾ താദാത്മ്യം പ്രാപിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഉയരമുണ്ടല്ലോ, അത് നിങ്ങളുടേതല്ല, അന്യമായ ഒന്നാണ്. കാരണം അത് നിങ്ങൾ തിരഞ്ഞെടുത്തതല്ല. അപ്പോൾ നിങ്ങൾ ഒരു അന്യമായ കാര്യവുമായി താദാത്മ്യം പ്രാപിച്ചു. അതൊരിക്കലും നല്ലൊരു കാര്യമല്ലല്ലോ. നമ്മൾ തിരഞ്ഞെടുക്കാത്തതും നമ്മുടെ അല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവയോട് താദാത്മ്യം പുലർത്തുന്നതും ഉടമസ്ഥാവകാശം വെക്കുന്നതും ഒരു വലിയ തെറ്റാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? യെസ്. ഒരാളുടെ ഉയരം കൂടുതലാണെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഐക്യു കൂടുതലാണെന്നോ ഉള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അസൂയ തോന്നുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ അതിൽ അയാളുടെ പങ്കൊന്നുമില്ല, അതിൽ അയാളുടെ നേട്ടങ്ങളുമില്ല. അതുകൊണ്ട് നമുക്ക് യാതൊരു പങ്കുമില്ലാത്ത, നമ്മളൊന്നും ചെയ്യാത്ത കാര്യങ്ങളുമായി നമ്മൾ താദാത്മ്യം പ്രാപിക്കരുത്. നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളുടെ ബോധത്തെയും ആ ബോധമെടുക്കുന്ന തീരുമാനങ്ങളെയും കുറിച്ച് മാത്രം വ്യാകുലപ്പെടൂ. ബോധത്തിന്റെ ജോലി തിരഞ്ഞെടുക്കുക എന്നതാണ്. നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കൂ. ഞാൻ ബോധവതിയായിരിക്കണമെന്നും ജീവിതത്തിൽ ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്തണമെന്നും മാത്രം ചിന്തിക്കൂ.